പുഷ്പനെ അറിയാമോ? ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? സഖാവിനെ അറിയാമോ? ആരണകാതെ അറിയാമോ? നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സഹനസൂര്യനെ വിട. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ അന്തരിച്ചു. പെട്രോൾ ടാങ്കറുമായി പോയ ട്രെയിനിൽ നിന്നും പെട്രോൾ ലീക്കായി. ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടി ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കേസ്. കണ്ണീരോർമ്മയായി അർജുൻ. ആയിരങ്ങൾ സാക്ഷിയായി സംസ്കാരം. പുന്നമടയിൽ വാശിപ്പോരി. ഫോട്ടോ ഫിനിഷിൽ കപ്പടിച്ച് കാരിച്ചാൽ ചുണ്ടൻ. ചരിത്രമെഴുതി പള്ളാന്തുരത്തി ബോട്ട് ക്ലബ്. അൻവർ LDFിന്റെ രക്ഷകനല്ല, ബിനോയ് വിശ്വം. ശശീന്ദ്രൻ പുറത്തേക്ക്, തോമസ് കെ തോമസ് മന്ത്രിയാവും. തീരുമാനമെടുത്ത് ശരത് പവാർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സഹനസൂര്യന് വിട. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ അന്തരിച്ചു. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ വിടവാങ്ങി. 3 പതിറ്റാണ്ട് നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിൽ ചൊക്ലി മേനപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ 54 മരണത്തിന് കീഴടങ്ങി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 3:30 അന്ത്യം. ആഗസ്റ്റ് 2 വൈകിട്ടാണ് അതീവ ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂത്തുപറമ്പിൽ 1994 നവംബർ 25 നടന്ന ഡിവൈഎഫ്ഐ സമരത്തിനു നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്ന നാഡി തകർന്ന് 24-ാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ. ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു ജീവിതം. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്തുനിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു. CPIM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. പുഷ്പനെ കാണാൻ ചെഗുവേരയുടെ മകൾ അലീഡ ഗുവേര ഉൾപ്പെടെ അനേകായിരങ്ങൾ ഇതിനകം മേനപ്രത്തെ വീട്ടിലെത്തി. കൂത്തുപറമ്പ് സമരത്തെയും രക്തസാക്ഷിത്വത്തെയും വലതുപക്ഷ മാധ്യമങ്ങൾ അധിക്ഷേപിച്ച സന്ദർഭങ്ങളിലെല്ലാം പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി. ബാലസംഘത്തിലൂടെയാണ് മനസ്സിൽ ഇടതുപക്ഷ ആശയം വേരുറച്ചത്. നോർത്ത് മേനപ്രം LP സ്കൂളിലും ചൊക്ലി രാമവിലാസം സ്കൂളിലുമായി 8ാം ക്ലാസ് വരെ പഠിച്ചു. സ്കൂളിൽ SFI പ്രവർത്തകനായിരുന്നു. വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി ആണ്ടിപ്പീടികയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായി. മൈസൂരുവിലും ബംഗളൂരുവിലും കടകളിൽ ജോലി ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സമരത്തിൽ പങ്കെടുത്തത്. UDF സർക്കാരിന്റെ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ മന്ത്രി MV രാഘവനെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് പുഷ്പനും പരിക്കേറ്റത്. KK രാജീവൻ, KV റോഷൻ, ഷിബുലാൽ, ബാബു, മധു എന്നിവർ രക്തസാക്ഷികളായി. ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ തളർന്ന ശരീരവുമായി ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സമ്മേളനങ്ങളിൽ പലവട്ടമെത്തി. ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. നാട്ടിലെ CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകരും കുടുംബവുമാണ് സാന്ത്വന തണലായി ഒപ്പമുണ്ടായത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ തലശ്ശേരി ടൗൺ ഹാളിലാണ് ഒടുവിലെത്തിയത്. കർഷക തൊഴിലാളികളായ പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5ാമനാണ് പുഷ്പൻ. സഹോദരങ്ങൾ ശശി, രാജൻ, അജിത പുല്ലൂക്കര, ജാനു, പ്രകാശൻ. താലൂക്ക് ഓഫീസ് തലശ്ശേരി. പുഷ്പന്റെ വേർപാടിനെ തുടർന്ന് CPIMന്റെ ജില്ലയിലെ ഇന്നും നാളെയുമുള്ള പരിപാടികൾ ദുഃഖാചരണത്തിന്റെ ഭാഗമായി മാറ്റിവെക്കും. പാർട്ടി പതാക താഴ്ത്തിക്കെട്ടും. നാളെ കൂത്തുപറമ്പ്, തലശ്ശേരി അസംബ്ലി മണ്ഡലങ്ങളിൽ ഹർത്താൽ ആചരിക്കും. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കും. പുഷ്പന്റെ മൃതശരീരം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് സെപ്റ്റംബർ 29 രാവിലെ 8 മണിക്ക് വിലാപയാത്രയായി പുറപ്പെടും. റോഡിന്റെ ഇരുഭാഗങ്ങളിലുള്ളവർക്കും കാണുന്ന തരത്തിലുള്ള വാഹനത്തിലാണ് മൃതദേഹം കൊണ്ടുവരുന്നത്. കോഴിക്കോട് ഇലത്തൂര്, പൂക്കാട്, കൊയിലാണ്ടി, നന്ദി, വടകര, നാദാപുരം റോഡ്, മാഹിപ്പാലം, പുന്നോൽ വഴി 10 മണിക്ക് തലശ്ശേരി ടൗൺ ഹാളിലെത്തിക്കും. 10 മുതൽ 11:30 വരെ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം പള്ളൂർ വഴി ചൊക്ലി രാമവിലാസം സ്കൂളിൽ എത്തിക്കും.
12 മണി മുതൽ വൈകുന്നേരം 4:30 വരെ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം 5 മണിക്ക് ചൊക്ലി മേനപ്രം വീട്ടുപരിസരത്ത് ശവസംസ്കാരം. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണകാതെ അറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണകാതെ അറിയാമോ. മയ്യഴിയാറ്റിനും അറിയാം, കനകമലർ കാറ്റിനും അറിയാം. മയ്യഴിയാറ്റിനും അറിയാം, കനകമലർ കാറ്റിനുമറിയാം. കണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നീൽപ്പാതവനൊരു ചിന്തനി നീർപ്പൂവ്. അവനൊരു നാടിൻ തേങ്ങലാണേങ്ങല നൊയിരാടുഷിരാണ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണകാതെ അറിയാമോ. തിരവിൽ അലറിതീരയുവർത്തുങ്ങൾ കുറുകും മുഷ്ടിയിലേന്തിയ നീര് കൂത്തുപറമ്പ് തിരവിൽ അലറിതീരയുവർത്തുങ്ങൾ. അണിചേർന്നു പുഷ്പനും അണിചേർന്നു, അണിചേർന്നു പുഷ്പനും അണിചേർന്നു. ആവേശം മൂണ്ടാത്തു വിളിച്ചവലിൻ ഗുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്. ഇൻഗുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണകാതെ അറിയാമോ. മന്ത്രി മുരണ്ടു തോക്കിൽ കുഴലുകൾ തീക്കണ്ടു. തിരുവിൽ പേക്കൂത്താടി കാക്കിണിന്നൊരു കാടത്തും. കുറുനരി മന്ത്രി മുരണ്ടു തോക്കിൽ കുഴലുകൾ തീക്കണ്ടു. തിരുവിൽ പേക്കൂത്താടി കാക്കിയണിഞ്ഞൊരു കാടത്തും. പിടിയേറ്റു പുഷ്പനു പിടിയേറ്റു, വെടിയേറ്റു പുഷ്പനു മുറിവേറ്റു. വിളിച്ചവനിൻ ഗുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്. ഇൻഗുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണകാതെ അറിയാമോ. മയ്യഴിയാറ്റിനും അറിയാം, കനകമലർ കാറ്റിനും അറിയാം. മയ്യഴിയാറ്റിനും അറിയാം, കനകമലർ കാറ്റിനുമറിയാം. കണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നീൽപ്പാതവനൊരു ചിന്തനി നീർപ്പൂവ്. അവനൊരു നാടിൻ തേങ്ങലാണേങ്ങല നൊയിരാടുഷിരാണ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണകാതെ അറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണകാതെ അറിയാമോ. വനിതകൾക്കുള്ള ഇരുചക്ര വിതരണം ചെയ്തു. NGO കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ വനിതകൾക്ക് സബ്സിഡി നൽകുന്ന
ഇരുചക്ര വാഹനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പള്ളിക്കുളം കാനനൂർ ഹോണ്ട ഷോറൂം സമീപം പരിസരത്ത് നടന്ന പരിപാടിയിൽ കെയറോസ് ഡയറക്ടർ ഫാദർ ജോർജ് മാത്യു ചെമ്പകശ്ശേരി അധ്യക്ഷനായി. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി മുഖ്യ അതിഥിയായി. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PK ബൈജു, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M ബാലൻ, കാനനൂർ ഹോണ്ട MD വിക്രം വത്സരാജ്, APJ അബ്ദുൽ കലാം ലൈബ്രറി വൈസ് പ്രസിഡന്റ് രാജീവൻ കാട്ടാമ്പള്ളി എന്നിവർ സംസാരിച്ചു. APJ അബ്ദുൽ കലാം ലൈബ്രറി, കെയറോസ്, സുസ്ഥിര, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ എംപവർമെൻറ്റ്, കോട്ടൂർ ഏജൻസി എന്നിവരുടെ നേതൃത്വത്തിൽ 379 വണ്ടിയാണ് നൽകുന്നത്. പെട്രോൾ ടാങ്കറുമായി പോയ ട്രെയിനിൽ നിന്നും പെട്രോൾ ലീക്കായി. പെട്രോൾ ടാങ്കുമായി പോയ ട്രെയിനിലെ ഒരു ടാങ്കറിൽ നിന്നും പെട്രോൾ ലീക്കായത് കാഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഭീതി സൃഷ്ടിച്ചു. അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ കൃത്യമായ ഇടപെടലിലൂടെ വൻ ദുരന്തം ഒഴിവായി. ശനിയാഴ്ച പകൽ 11:30 സംഭവം. 70,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള 50 ടാങ്കർ പെട്രോളുമായി എറണാകുളം ഇരുമ്പനത്ത് നിന്നും ബാംഗ്ലൂർ ദേവനഗുഡിയിലേക്ക് പോയ ഓയിൽ ടാങ്കറിന്റെ ട്രെയിനിലെ 13-ാം നമ്പർ ടാങ്കറിലെ വാൾവിൽ നിന്നാണ് വൻതോതിൽ പെട്രോൾ ചോർന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഗാർഡുകൾ കഞ്ചിക്കോട് സ്റ്റേഷൻ മാസ്റ്ററെ വിവരമറിയിച്ച് സ്റ്റേഷന് പരിസരത്തായി ട്രെയിൻ നിർത്തിയിട്ടതിനു ശേഷം അഗ്നിരക്ഷാ സേനാംഗങ്ങളെ വിവരമറിയിക്കുകയായിരുന്നു. 2 യൂണിറ്റ് സേനാംഗങ്ങൾ എത്തി സുരക്ഷാ മുൻകരുതൽ സ്വീകരിച്ചു. മറ്റു ട്രെയിനുകൾ താൽക്കാലികമായി തടയാൻ നിർദ്ദേശം നൽകി. തൊട്ടടുത്ത് 110 kV സബ്സ്റ്റേഷൻ ഉണ്ടായിരുന്നതും ഭീഷണിയായിരുന്നു. തുടർന്ന് റെയിൽവേയുടെ മെക്കാനിക്കുകൾ എത്തി 1 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ വാൽവിലെ ചോർച്ചയടച്ച് ദുരന്തം ഒഴിവാക്കി. കഞ്ചിക്കോട് അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K മധുവിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ V കണ്ണദാസ്, R രാകേഷ്, R സതീഷ്, NK അബുസാലി, P മനോജ് എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടി ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ കേസ്. ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെതിരെ കേസ്. ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള ബംഗളൂരുവിലെ പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അഭിഭാഷകൻ ആദർശ് അയ്യരാണ് പരാതി നൽകിയത്. ED റെയ്ഡ് നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നാണ് പരാതി. BJP അധ്യക്ഷൻ JP നദ്ദ, കർണാടക BJP നേതാക്കളായ നളീൻ കുമാർ കട്ടീൽ, BY വിജയേന്ദ്ര എന്നിവരുടെ പേരിലും പരാതി നൽകിയിട്ടുണ്ട്. കണ്ണീരോർമ്മയായി അർജുൻ. ആയിരങ്ങൾ സാക്ഷിയായി സംസ്കാരം, ആയിരങ്ങൾ സാക്ഷിയായി നാട് അർജുൻ വിട നൽകി. പൊതുദർശനത്തിന് പിന്നാലെ കണ്ണാടിക്കാലിലെ വീട്ടിൽ രാവിലെ 11:30 സംസ്കാരം നടന്നു. പ്രിയപ്പെട്ടവന്റെ ചേതനയറ്റ ശരീരം ഒരു നോക്ക് കണ്ട് യാത്രാമൊഴി നൽകാൻ ആയിരക്കണക്കിനാണ് എത്തിയത്. വിലാപയാത്രയിലും നാട് അണിനിരുന്നു. അർജുന്റെ മൃതദേഹം വഹിച്ച ആംബുലൻസ് ജില്ലാ തീർത്ഥിയായ അഴിയൂരിൽ ശനിയാഴ്ച രാവിലെ 6:00 എത്തിയത്. മന്ത്രി K ശശീന്ദ്രൻ, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, KK രമ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ തുടങ്ങിയവർ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കേരള സർക്കാർ വഹിക്കും. കർണാടക സർക്കാരിന്റെ സഹായധനമായി 5 ലക്ഷം രൂപ ബന്ധുക്കൾക്ക് കൈമാറും. കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വഹിച്ച ആംബുലൻസിനെ കേരള അതിർത്തിയായ മഞ്ചേശ്വരം തലപ്പാട് വരെ കർണാടക പോലീസ് അനുഗമിച്ചു. ജൂലൈ 16 അങ്കോളക്കടുത്ത് ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുന്റെ മൃതദേഹം 72 ദിവസത്തിനു ശേഷം ബുധനാഴ്ചയാണ് ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയത്. DNA പരിശോധനയും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ 2 ദിവസം കാർവാർ ആശുപത്രി സൂക്ഷിച്ചു.
ഹുബ്ബള്ളി റീജിയണൽ സയൻസ് ലബോറട്ടറിയിലാണ് DNA പരിശോധന നടന്നത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ കപ്പടിച്ച് പള്ളുത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. തുടർച്ചയായി 5ാം വർഷവും പൊൻകിരീടം സ്വന്തമാക്കി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ചരിത്രമെഴുതി ചേർക്കുന്നതിനും പുന്നമട സാക്ഷിയായി. ആവേശോജ്വലമായ മത്സരത്തിനൊടുവിലാണ് കാരിച്ചാൽ ചുണ്ടൻ വീണ്ടും കപ്പിൽ മുത്തമിട്ടത്. ഫോട്ടോ ഫിനിഷിലാണ് കാരിച്ചാൽ വിജയപുരം ചുണ്ടനെ മറികടന്നത്. ഉച്ചയ്ക്ക് 2:15 ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പതാക ഉയർത്തിയതോടെയാണ് നെഹ്റു ട്രോഫി വെള്ളം കളിക്ക് ഔദ്യോഗിക തുടക്കമായത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വൈകിട്ട് 3:24 ഏവരും ആവേശത്തോടെ കാത്തിരുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിച്ചത്. വൈകിട്ടാണ് ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഫൈനൽ മത്സരം ആരംഭിച്ചത്. 5 ഹീൽസ് മത്സരങ്ങളിലായി 19 ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റുരച്ചത്. ഹിറ്റ്സ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത 4 ടീമുകളാണ് ഫൈനലിൽ യോഗ്യത നേടിയത്. കാരിച്ചാൽ, വിയപുരം, നിരണം, നടുഭാഗം എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ മത്സരിച്ചത്. ഹീറ്റ്സ് 1-ൽ പായ്പാടൻ നമ്പർ 2, ആലപ്പാടൻ, ആയപ്പറമ്പ്, ആനാരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചത്. 2ാം ഹീറ്റ്സിൽ ശ്രീവിനായകൻ, ചമ്പക്കുളം, സെന്റ് ജോർജ്, ജവഹർ തായങ്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളും മത്സരിച്ചു. ഹീറ്റ്സ് 3-ൽ ചെറുതന, തലവടി, സെയിന്റ് പയസ് 10th, പായ്പാടൻ ചുണ്ടനുകളും ഹീറ്റ്സ് 4-ൽ നിരണം, വിയപുരം, നാടുഭാഗം, കരുവാറ്റം ചുണ്ടൻ വള്ളങ്ങളും ഹീറ്റ്സ് 5-ൽ വലിയ ദിവാൻചി, മേൽപ്പാടം, കരിച്ചാൽ, ചുണ്ടൻകുളം മത്സരിച്ചു. വയനാട് ദുരന്തത്തെ തുടർന്ന് ആണ് മാറ്റിവെച്ച 70ാമത് നെഹ്റു ട്രോഫി വള്ളം കളി ഇന്ന് നടന്നത്. ഓഗസ്റ്റ് 10-ന് നടക്കേണ്ട വള്ളം കളിയാണ് 1.5 മാസത്തോളം വൈകി നടത്തിയത്. 19 ചുണ്ടൻ വള്ളങ്ങൾ അടക്കം 72 കളിവള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. രാവിലെ 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം നടന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ നടന്നത്. 100 കണക്കിനു പേരാണ് വള്ളം കളി മത്സരം കാണാൻ എത്തിയിരിക്കുന്നത്. വിദേശത്തു നിന്നും സംസ്ഥാനത്തു നിന്നും പുറത്തു നിന്നും നിരവധി പേരാണ് ഇവിടെ എത്തിയത്. അൻവർ LDFന്റെ രക്ഷകൻ അല്ലെന്ന വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അൻവറിന്റെ പിന്നിൽ ആരാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. അജിത് കുമാർ വിഷയത്തിൽ CPI നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം. അജിത് കുമാർ 2 പ്രാവശ്യം RSS നേതാക്കളെ കണ്ടത് എന്തിനാണെന്നും ചോദിച്ചു. അതേസമയം RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും LDF ഭരിക്കുന്ന ഒരു സർക്കാരിൽ ADGP ആകാൻ പാടില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും RSS ബന്ധം പാടില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കണ്ണൂർ ദസറ 2024 ലോഗോ പ്രകാശനവും പ്രോഗ്രാം റിലീസിംഗും കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ മാനദണ്ഡമാക്കി ക്ഷണിച്ച തലവാചകത്തിന് അനുസൃതമായ ലോഗോയാണ് തയ്യാറാക്കിയത്. ഇതോടൊപ്പം 9 ദിവസങ്ങളിലായി നടക്കുന്ന മെഗാ ഇവന്റുകളടക്കമുള്ള പ്രോഗ്രാമുകളും റിലീസിംഗ് മേയർ നിർവഹിച്ചു. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷമീമ ടീച്ചർ, VK ശ്രീലത, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു വലിയാവൂർ, കൗൺസിലർമാരായ KP അബ്ദുൾ റസാഖ്, N. ഉഷ, സാബിറ ടീച്ചർ എന്നിവരും KC രാജൻ മാസ്റ്റർ, നാരായണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. മന്ത്രിസ്ഥാനത്തു നിന്നും AK ശശീന്ദ്രൻ മാറുമെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ.
കുട്ടനാട് MLA തോമസ് കെ തോമസ് മന്ത്രിയാകും. ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ശശീന്ദ്രനും തോമസിനുമൊപ്പം അടുത്ത മാസം 3-ന് മുഖ്യമന്ത്രിയെ കാണുമെന്നും PC ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞു. PC ചാക്കോ, മന്ത്രി AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് MLA എന്നിവർ മുഖ്യമന്ത്രിയെ കാണാനിരുന്നതാണെങ്കിലും പിണറായിയുടെ തിരക്ക് മൂലം അതിന് സാധിച്ചില്ല. PB യോഗത്തിന് ശേഷം 29-നാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തുന്നത്. AK ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാനാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ 3 നേതാക്കളോടും നിർദ്ദേശിച്ചത്. രണ്ടാം പിണറായി സർക്കാരിൽ 2.5 വർഷം പൂർത്തിയാക്കുന്ന ശശീന്ദ്രൻ ഒഴിയണമെന്നാണ് തോമസ് കെ തോമസിന്റെ ആവശ്യം. നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും പാർട്ടിയിൽ പിന്തുണ ലഭിച്ചിരുന്നില്ല. ശശീന്ദ്രനെ അനുകൂലിച്ചിരുന്ന PC ചാക്കോ തോമസിനൊപ്പമായതോടെയാണ് മന്ത്രിമാറ്റ ചർച്ചകൾ സജീവമായത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സ്ത്രീ പദവി പഠന റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെടണം. പ്രാദേശിക സർക്കാരുകൾ തയ്യാറാക്കുന്ന സ്ത്രീ പദവി പഠന റിപ്പോർട്ടുകൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടണമെന്നും തുല്യതയ്ക്കു വേണ്ടിയുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജെൻഡർ ശില്പശാല അഭ്യർത്ഥിച്ചു. പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളക്കയിൽ സംസ്കാരയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജില്ലാതല ജെൻഡർ ശില്പശാല വളക്കയിൽ പരിയേരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ AK ജയശ്രീ ലിംഗപദവിയും ലിംഗവ്യത്യാസത്തിന്റെ ജീവശാസ്ത്രവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KK രത്നകുമാരി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് CP ഹരീന്ദ്രൻ മാസ്റ്റർ, P സൗദാമിനി ടീച്ചർ എന്നിവർ ക്ലാസ് എടുത്തു. ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ജെൻഡർ ജില്ലാ കൺവീനർ രഹന PV അവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ശോഭന, PV ജയശ്രീ, CV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, KP ലളിതകുമാരി, KK ശൈലജ, VP വത്സരാജൻ എന്നിവർ സംസാരിച്ചു. KK രവി സ്വാഗതവും P ഹരീഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.